നമ്മള് ദേഷ്യപ്പെട്ടിരിക്കുന്ന അനോയ്ഡ് ഫേസ് പ്രദീപ് ഗൈസ് പപ്പ നിൽക്കുന്നു. തൊപ്പിട്ടിട്ടേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എൻ്റെ അടുക്കളയിൽ കയറി. ദേവുവിന് വേണ്ടി കുക്കിംഗ് ഞാൻ ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ എൻ്റെ ചപ്പാത്തി കെട്ടത്. അല്പമാണോ കുഴിമന്തിയാണ്? ഇതാണ് അമ്മ ചാണാത്തി ചവിട്ടിയത്. ചവിട്ടിയ ചാണകം. ഇത് ഓണാക്കാൻ അറിയാമെങ്കിൽ പ്ലീസ് കമന്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേവുവിൻ്റെ ബർത്ത്ഡേ ആണ് വാലന്റൈൻസ് ഡേ ദിവസം, അതായത് Feb 14. അപ്പോൾ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ ഏതാണ്ട് ഞാൻ ഇവിടെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതെല്ലാം പ്രിപ്പയർ ആക്കി വെച്ച് ഇനി അവൾക്ക് കൊടുക്കണം. അപ്പം പപ്പയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഇവളുടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ. അന്നേരം ഞാൻ വിചാരിച്ചു അപ്പം ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു പ്ലാൻ. പക്ഷേ അപ്പം ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ മേ ബി ഇരുട്ടായിരിക്കും, അപ്പം കാണാനൊന്നും പറ്റത്തില്ലെങ്കിലോ എന്നാലോചിച്ച് ഞാൻ വിചാരിച്ചു അല്ലാതെ ഒരു ദിവസം ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാം. അപ്പോൾ ഈ ഗിഫ്റ്റിനകത്ത് എന്ത് വന്ന് നമുക്ക് അവൾക്ക് കൊടുക്കും പറയാം. അവൾ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പോൾ സർപ്രൈസായിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ആൻഡ് അവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവൾ നഴ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പോയിട്ട് വന്നു. ഇനി ഇത് കൊടുക്കും. ഞാനാണെങ്കിൽ ഓൾറെഡി ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അങ്ങ് വീഡിയോ എടുത്ത് ഇപ്പോഴേയും കൊടുക്കാമെന്ന്. ആക്ച്വലി ഇന്ന് ഡേറ്റ് എന്ന് പറയുമ്പോൾ എത്ര 8 or 7 ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ കൊടുക്കുക. അപ്പം നമുക്ക് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് ദേവിന് കൊടുക്കാം. ദേവു, ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഞാൻ നേരത്തെ തരുമെന്ന്. റിയാക്ഷൻ വീഡിയോ തത്താണെങ്കിൽ ഞാൻ അമ്മയും കൂടെ വിളിക്കട്ടെ. അമ്മയും ബാ, അമ്മയും ബാ. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നപ്പോ നീ ഇതേ സ്ഥലത്ത് ഇതേ സീറ്റ് ഇരുന്നാ തുറന്നത്. അതിനകത്ത് എഴുതിയതൊക്കെ ഇയാള് വാങ്ങിട്ട് ആദ്യം എന്താ തരുന്നത്? എന്റെ ശരി മമ്മിജി പൈസ ഇട്ടിട്ടുണ്ട്. ഞാൻ സെലക്ഷൻ അല്ല എന്റെ, ഓരോ സാധനം സെലക്ഷൻ അല്ല എന്റെ ആണ് ഇവിടെ. മണി മദറിന്റെ സൂപ്പർ ഇയറിങ്സ് ഒരു സെറ്റ് ആയിട്ട്. എന്തുവാ? അല്ല എല്ലാം കിട്ടി, ഓർഡർ എല്ലാം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. എടി ഇതുണ്ടല്ലോ, ഞാൻ ഇച്ചിരി കൂടെ വലിയ സൈസ് ആണെന്ന് പറഞ്ഞ് വാങ്ങിയതാ. വന്നപ്പോ ഇത്രയേ ഉള്ളൂ, പക്ഷെ മണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഇതിന് പെർഫ്യൂം കൊടുത്തായിരുന്നു. പെർഫ്യൂം നല്ല നല്ല രസമുണ്ട്, മണമൊക്കെ അടിപൊളിയാ. ലിപ്സ്റ്റിക്, ഓ ഗോഡ്, നിന്റെ ഖൂബ്സൂരത് കുച്ചിപ്പൊടി എങ്ങും കിട്ടുന്നില്ല. വാങ്ങിയോ നീ? എങ്ങും കിട്ടുന്നില്ല എനിക്ക് ആ ഖൂബ്സൂരത് കുച്ചി. എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ഞാൻ ഫ്ലിപ്പിൽ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, നൈക്കിലുണ്ടായിരുന്നു. പക്ഷെ നീ ബുക്ക് ചെയ്തേ? അല്ല, ഇത് മീഷോയിന്നും കിട്ടൂടി. ഇത് മീഷോയിന്ന് ഇൻസ്റ്റാ പേജിലൂടെയാ അവര്. പപ്പ സെപ്പറേറ്റ് ഒക്കെ പൈസ എടുത്തിട്ടുണ്ട് ഓരോന്ന് വാങ്ങാനായിട്ട്. അന്നേരം സൺഗ്ലാസ് ആണോ? കോയിൻസിഡൻസ്. അല്ല, പക്ഷെ അത് വേറെ. പിന്നെ അഫ്കോഴ്സ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദേവ ഡ്രസ്സ് ട്രൈ ചെയ്ത്. ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. അതൊന്ന് ജസ്റ്റ് റെഡിയായി ഒരുങ്ങിയൊക്കെ സെറ്റായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കൊള്ളാം. ഹായ് ഗായ്സ്, അപ്പം
നമ്മൾ ദേവുൻ്റെ ബർത്ത്ഡേക്ക് തുണി എടുക്കാൻ പോവുക. ഞങ്ങൾ ചുമ്മാ അവിടെ പോവും, കറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വരും. മിക്കവാറും വാങ്ങത്തില്ലായിരിക്കും. ദേവുൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും. ദേവുൻ്റെ ഫ്രിഡ്ജൊക്കെ ഇതായത് ഇത് അമ്മയുടെ ഇഷ്ടത്തിന് കിട്ടിയത്. അമ്മയുടെ ഇഷ്ടത്തിന്. ഇതെൻ്റെ സ്റ്റൈലില്ല. ദേവുൻ്റെ ഫ്രിഡ്ജൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ദേവുൻ്റെ ഫ്രിഡ്ജ്. ദേവ് വാഴയുടെ അടുത്ത് സോ ദേവ് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ വാങ്ങാൻ പോകുന്നത്, അത് ചുമ്മാ പോവാന്നോ? ഇല്ല, ടോപ്പ് എടുക്കണം. ടോപ്പ്. യെസ്. എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ പിതാവ് ഉടനെ വണ്ടി കഴുകാനായിട്ട് ഇറങ്ങും. ഇത്രയും നേരം കഴുകണ്ടായിരുന്നു, ഇപ്പം പെട്ടെന്ന് കഴുകണം. നോക്ക്, ടിപ്പിക്കൽ ഇന്ത്യൻ ഡാഡ്സ്. എത്തിയാച്ച് എനിക്ക് പക്ഷെ ആദ്യം മാക്സ് കയറിയിട്ട് സ്റ്റുഡിയോ കയറാനായിരുന്നു. പക്ഷേ സ്റ്റുഡിയോയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മാക്സിൽ പോകുന്നത് തെറ്റല്ലേ, അതുകൊണ്ട് സ്റ്റുഡിയോ കയറി. കളക്ഷൻസ് എനിക്ക് പക്ഷെ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് തോന്നുന്നില്ല. ലൈക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് അത് നോക്കുന്നത്. സെലക്ട് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്മ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് അമ്മ സെലക്ട് ചെയ്ത് തന്നെ ഈ ഡ്രസ്സ്. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട, വൈറ്റ് അധികം ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. വൈറ്റ് അല്ല, ഇത് ക്രീമാണ്. സ്റ്റിൽ സോർട്ട് ഓഫ് വൈറ്റ്. ശരിയായി, ഈ വെട്ടത്തിൽ ഇത് വൈറ്റ് ആയിട്ട് വരും, പക്ഷെ ഇത് ആക്ച്വലി ഒരു ക്രീമാണ്. Papa is in the video. Papa is taking the video, guys. Like ഭയങ്കര ബേസിക് ആവശ്യം ഇത്, സ്പെഷ്യലി നല്ല രസം. നല്ല ചെരുപ്പല്ല, ചെരുപ്പ് കൊള്ളാം. ദീപാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. വലുത് അത് ചെറിയ സൈസ് ഇട്, അതിൻ്റെ ചെറുതില്ലയോ? ഇഷ്ടപ്പെട്ട് നല്ല വൃത്തിയായിട്ട് അടിക്കടി. വൃത്തി എന്ന് പറയുന്നത് എനിക്ക് ഈ കളർ ഞാൻ അടിച്ചു നോക്കി. ഇത് ആൻഡ് ഓൾസോ ഇത് രണ്ടും എടുക്കട്ടെ. ഇതിന് ഈ വെട്ടത്തിലാണോ എന്ന് അറിയത്തില്ല. ഇത് കാണാൻ ഇപ്പൊ കൊള്ളാം, ചിലപ്പോൾ വെളിയിൽ പോകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന അനോയിഡ് ഫേസ് പ്രദീപാണ് കാണുന്നത്. പപ്പയ്ക്ക് ഇത് ഇഷ്ടമല്ല. പപ്പ എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെയാണ്, അമ്മയുടെ ബാഗും മറ്റേ ബാഗും. ആർ യു ഹാപ്പി? ഇത് വെളിയിലിട്ടൂടെ? വെളിയിൽ ഇടാം അമ്മേ, വീട്ടിലും ഇടാം, വെളിയിലും ഇടാം. എപ്പോഴും സംഭവിക്കുന്നത് അമ്മ പറയും എനിക്കത് ഇഷ്ടപ്പെട്ടു, പപ്പ പറഞ്ഞു കൊള്ളത്തില്ല. അവസാനം അമ്മയുടെ ഇഷ്ടത്തിനേ നടക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ലിപ് ടിൻറ്റ് എടുത്ത്. ലിപ് ടിൻറ്റ് കൊള്ളാം, നല്ല ഷെയ്ഡ്സാണ്. ബട്ട് സ്റ്റുഡിയോൻ്റെ പിഗ്മെന്റേഷൻ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മയുടെ എൻ്റെയും കാലിൻ്റെ സൈസ് ഒന്നല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സെയിം വാങ്ങാൻ ഇടാൻ പറ്റത്തില്ല. ബട്ട് എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, എന്നാലും ഞാൻ ഇടും. ലൂസാണെങ്കിൽ ഞാൻ ശരി ഞാൻ ഇടും. ഇതെന്താ ഒരു സംഭവം പറഞ്ഞാൽ ബ്രേസ്ലെറ്റ് കാലയിൽ ഇടുന്നയാടി, ആംഗ്ലെറ്റ്
ചെയ്ത് കണ്ടോ? പക്ഷെ കൊള്ളാം. ഇതെന്ത് റിങ്ങോ? ഇതെന്ത് ഈ സാധനം കയ്യിലിടുന്നു? എനിക്ക് മനസ്സിലായില്ല. ഓ, കയ്യിലിടുന്ന റിങ്. വാവ്, ബ്യൂട്ടിഫുൾ. ഇതായിരുന്നു ആങ്ക്ലെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ദേവ് പറഞ്ഞ് കണ്ണാപ്പികളായിരുന്നു. സീ എന്ത് ബ്യൂട്ടിഫുൾ ആയതൊക്കെ. ഞാൻ ഇത് കയ്യിലിടാനാ വാങ്ങിക്കുന്നത്. ദേവ് ഇത് കയ്യിലിടണ്ട ദേവു, കാലയിലിട്ട് ദേവു, ആങ്ക്ലെറ്റ് ദേവു. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് പക്ഷെ എല്ലാവരും വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണ്ട. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഗൈസ്, പപ്പ നിൽക്കുന്ന നോക്കും. യാരടാ ഇത്? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഓ, എന്ത് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ദേവ്. ഹാപ്പി ബർത്ത്ഡേ ദേവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ ഗായ്സ്. സോ ഗൈസ്, ഈ രാത്രി ദേവിനെ വിഷ് ചെയ്ത് കഴിഞ്ഞ് ദേവ് പറയാ അവൾക്ക് മാഗി തിന്നണം. പതുക്കെ തുറ. ആൾക്കാരൊക്കെ എണീറ്റ് ഇപ്പം രാത്രി. ഓ, കപ്പ് നൂഡിൽസ് എന്ത് കാര്യമായി. ഗൈസ്, ഞങ്ങളുടെ പാപ്പപ്പെട്ടിയ 2 വേണമെങ്കിൽ നിനക്ക്. ആഹാ, വേണം. 2 വേണം. കറക്റ്റ് 2 കൊണ്ടുപോകാനോ? ഇല്ല. പിന്നെ എല്ലാം നിന്റെ ബാംഗ്ലൂരിൽ കൊണ്ട് വെക്കുന്നീ. സോ ഗൈസ്, വി ഹാവ് a cup noodles. Come on. ഈ രാത്രി അവൾക്ക് വെളിയിറങ്ങാൻ വയ്യ പോലും. പാത്രം എടുക്കാൻ. ഈശ്വര, കള്ളൻ. ദേവുവിൻ്റെ അച്ചാറാണ് ഗൈസ് ഇരിക്കുന്നത്. ദേവുവിൻ്റെ അച്ചാർ. ഓണാക്കണമെങ്കിൽ ആദ്യം അത് ഓണാക്കണമെന്ന് എന്നിട്ടേ കത്തത്തുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ? എന്താ തീ കത്താത്ത എന്താ? ദൈവമേ, ഫോമൽ വെച്ച് പൊട്ടു. ഗൈസ്, ആർക്കെങ്കിലും ഇത് ഓണാക്കാൻ അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്വിച്ച് ഓണാക്കിയിട്ടാണ് അമ്മ ഇടുന്നത്. ഇതിനകത്ത് ഇത് എനിക്ക് ഒട്ടും അറിയത്തില്ല ഇത് ചെയ്യാൻ. നിനക്കറിയാം? ഉറപ്പാണോ? ഗൈസ്, അപ്പം അവിടെ അതും മറക്കാവുന്നില്ല. ഇവിടെ ഒന്ന് ഗ്യാസ് ഓണാക്കിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, പിന്നെ ഇതൊക്കെ പറ്റൂ നമ്മളെ കൊണ്ട്. സെറ്റ്. ഇതാണ് തീന്ന് വെച്ച ഇതാ. ഓക്കെ, ബൈ. 2 minutes മാഗി. 2 minutes മാഗി. അപ്പം ഇനി നൈറ്റ് രാവിലെ കാണാം. എൻ്റെ ഗസ്റ്റാണ് ഇന്നത്തെ. ഇവിടെ വന്നാൽ ഉറക്കം വെച്ചിറക്കാൻ. എന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത് താങ്കൾ? നമുക്ക് തിന്നെ ഉണ്ടാക്കാം. ബാ അക്കു, ബാ പാപ്പ ഉണ്ടാക്കാം. ബാ, കമോൺ. യോ അക്കുൻ്റെ തൊപ്പി ഇട്ടിട്ടേ ഞാൻ സമ്മതിക്കത്തുള്ളൂ എൻ്റെ അടുക്കളയിൽ കയറാൻ. തൊപ്പി ഇടൂ പ്ലീസ്. ഗൈസ്, അപ്പോൾ ദേവുവിന് വേണ്ടി കുക്കിംഗ് ഞാൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ കുറെ നാളായിട്ട് ഈ വീട്ടിൽ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ആട്ട അളവിൽ ഫൈൻ. ആട്ടയ്ക്കൊക്കെ അളവുണ്ട് ഗൈസ്. അപ്പൊ അളവനുസരിച്ച് ഒന്ന് ഇട്ട് തരും. അല്ല, വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. തോട്ടം ഇട്ടം കൊടുക്കും. ഇത് എനിക്ക് കണ്ടിട്ട് എന്താണെന്നറിയില്ല, ഫ്ലോപ്പ് ആവുന്നൊക്കെ തോന്നുന്നു. ഇതിനകത്തോട്ടൊക്കെ ഇട്ട് ഞാൻ ഇതിനകത്തൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ അഡ്രസ്സായിട്ട് കുഴച്ചാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അമ്മ മടിച്ചായതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഇട്ട. പിന്നെന്തുവാ, ഉപ്പിടും, മുട്ടയിടും, പിന്നെ ഇച്ചിരി ഘീ. എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ എൻ്റെ ചപ്പാത്തിക്കകത്ത് ചേർക്കും. എണ്ണ വേണ്ടായിരുന്നു, ഘീ ആയിരുന്നു. ഗൈസ്, അവിടെ അക്കുവിൻ്റെ ബഹളം. അക്കുവിൻ്റെ അല്ല, ഞങ്ങളുടെ ഡാഡിയുടെ ബഹളമാണ്. ഹായ് പറ അക്കു.
ഹായ്. ഹായ് പറ. ഹായ് ഹായ്. അവൻ തൊപ്പിയൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു. ഗൈസ് ദേവു അങ്ങനെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോവാണ് ഗൈസ്. ഭക്തി ഇച്ചിരി ഒന്ന് തൊഴുത് കാണിച്ചേ. പപ്പാടെ കൂടെ പോവാ അവള്. ദേവുന് ഞാൻ ആലുപൂരിയൊക്കെ ഉണ്ടാക്കി വെച്ച ദേവു മൈൻഡ് എന്നെ ഒന്ന് ആലുപൂരിയൊക്കെ ഉണ്ടാക്കി തന്നു. ആ വെരി ഗുഡ്. അങ്ങനെ പറ. ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ അഴീക്കൽ ബീച്ച് വന്നിരിക്കുകയാണ്. ദേവുൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ബർത്ത്ഡേ ദേവുൻ്റെ ഔട്ട്ഫിറ്റ് ഇപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ പറഞ്ഞത് ഞാൻ വിചാരിച്ച ഇവള് ഈ ഒരു വൈറ്റ് ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇടുമെന്നും പറഞ്ഞായിരുന്നു. പക്ഷെ അവൾ ഇട്ടത് ഈ സാധനമാണ്. ഇന്നലെ സ്റ്റുഡിയോ നിന്ന് വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ കേക്ക് വാങ്ങിയത് ഗായ്സ് ഇച്ചിരി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കേക്കിന്റെ കളറും വൈറ്റ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ ഡ്രസ്സ് അതുകൊണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു നീ ആ വൈറ്റ് ഇടുമ്പോ വൈറ്റ് കേക്ക് തന്നെ ആവുമ്പം രസമില്ലായിരിക്കുന്നത്. ഞാൻ്റെ കൈസ് വേറൊരു കപ്പിൾസ് പോന്നു. 2 കപ്പിൾസ്. ഹായ് പറയൂ. പപ്പ എല്ലാ ബ്ലോഗിനകത്ത് പപ്പയുടെ ഹൈ ആണ്. എന്നാലും അല്ലെങ്കിലും പപ്പ ഹായ് പറയും. അല്ലെങ്കിലും പപ്പ ഹായ് പറഞ്ഞു തരും. പോയി കഴിഞ്ഞിട്ട് ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. ആദ്യമായിട്ട് ചെന്ന് ഇവിടെ വന്ന് അവിടെ പോയിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. ശരിയാ. ദേവു ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞ് ഇപ്പഴാ ദേവുന്റെ ബർത്ത്ഡേ വീട്ടിൽ ആഘോഷിക്കുന്നത്. അതിന് മുമ്പ് എല്ലാം അവിടെ ആഘോഷിക്കുമായിരുന്നു. പക്ഷെ അത് എടുത്തില്ലടി. ഞാൻ മിസ്സാക്കി. അമ്മത്തിന് ചാണകത്ത് ചവിട്ടുന്ന ഈ കട മൊത്തം മുടക്കും. നന്നായിട്ട് ഒരുങ്ങി വന്നവരായിരുന്നു ഞങ്ങൾ. കോലം കണ്ടില്ലേ? അതാ ഇനി ഉറങ്ങണം കിടന്ന്. ദേവുന് നാളെ വെളുപ്പിനെ ട്രെയിൻ. എത്ര മണിക്കാടി? 5 മണിക്കോ? അപ്പൊ ഇവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങും? ദേവ് പോവും ഗൈസ്. ഷവർമ ഫാനാണോ അൽഫാം ഫാനാണോ? അൽഫാമാണോ കുഴിമന്തിയാണോ? അൽഫാമാണോ പെറി പെറി അൽഫാമാണോ? എനിക്കറിയത്തില്ല. അൽഫാമാണോ ബർഗറാണോ? അൽഫാമാണോ പിസ്സയാണോ? അൽഫാം. ഈ മാറത്തില്ല വെച്ചാൽ അൽഫാം. പപ്പ പറ. അൽഫാമാണോ ബിരിയാണിയാണോ? അൽഫാമോ? അൽഫാമാണോ കുഴിമന്തിയാണോ? അൽഫാമാണോ അമ്മയുടെ ചോറാണോ? ഒറ്റ ഒന്നും പറ. അൽഫാമാണോ അമ്മയുടെ ചോറാണോ?
ഇതാണ് അമ്മ ചാണാത്തി ചവിട്ടിയത്. അമ്മ ചവിട്ടിയ ചാണകം. ഫുഡെല്ലാം കഴിച്ചിറങ്ങുന്നു. ഇതാ ഞങ്ങൾ ദേവുന്റെ നമ്മൾ 2 വർഷം 2 വർഷം കഴിഞ്ഞ് ദേവുന്റെ ബർത്ത്ഡേ ഞങ്ങള് ആഘോഷിച്ച് തീർന്നു. ഇനി ദേവുന് നാളെ പോവാ. ദേവ് നാളെ പോവാ. സങ്കടമുണ്ടോ ദേവ്? സങ്കടമുണ്ട്. അങ്ങ് പോയാ മതി. അത്രേ ഉള്ളു ദേവ്. പഠിച്ച് വലുതാവ്. ഓക്കെ ദേവ് ഡാർലി. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഗൈസ് ദേവ് പോവാ ഗൈസ്. എന്നെ വെച്ച് ദേവ് പോവാ ഗൈസ്. അപ്പോ ദേവ് ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 166 മലപ്പുറം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് കായംകുളം ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ നീയാമ്പൽ ചേലോടെ വിരിഞ്ഞേ നിന്നില്ലേ, അതിൽ തേനായി ഞാനില്ലേ. നീ മണിമഞ്ഞായി പെയ്തില്ലേ, നീൽപ്പീലി കണ്ണോടെ കഥ കേൾക്കാൻ ഞാനില്ലേ. കണ്ണിൽ കണ്ണിൽ ആരും കാണാ തീരം തേടാനുള്ളിനുള്ളിൽ മോഹം കൂടും നാളായി പോര.